അപ്പോൾ നിങ്ങളുടെ ഷോപ്പ് ഇനി ഫുഡാണെന്നുണ്ടെങ്കിൽ ഫുഡിൽ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള പേജിലോട്ട് വന്നതിന് ശേഷം പ്ലസ് ബട്ടൺ കണ്ടില്ലേ, പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ ഐറ്റത്തിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ അൽഫാമന്തി എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം, ആഡ് എന്ന് കൊടുത്തിട്ട് ഞാൻ തൽക്കാലം ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഈ ഒരു ഫുഡ് എന്ത് കാറ്റഗറിയാണെന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ മന്തി കൊടുക്കുകയാണ്. ഇതിൽ വേറെ കുറേ കാറ്റഗറീസ് ഉണ്ട്. നിങ്ങളുടെ ഫുഡ് ഏതിലാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യുക. ഞാൻ മന്തി ക്ലിക്ക് ചെയ്തു. നോൺ വെജ് ആണോ വെജ് ആണോ ചോദിക്കുന്നത്. ഞാൻ നോൺ വെജ് ആണ് ക്ലിക്ക് ചെയ്തത്. നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. പ്രൈസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്തി ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ള മന്തിയുടെ പ്രൈസ് ഞാൻ അവിടെ 170 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഡിസ്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ഇവിടെ ടൈപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ 10 രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൊടുക്കുക, അതിന് ശേഷം 10 എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് 5% അല്ലെങ്കിൽ 20% ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് കൊടുത്തിട്ട് 20 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല, അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ റിമൂവ് ഡിസ്കൗണ്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 170 രൂപ ഞാൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ല, ഒരാൾക്ക് ഫുൾ മന്തി വേണമെങ്കിൽ എന്ത് ചെയ്യും, ആറ് പേർക്ക് കഴിക്കാനുള്ളതാണ് ഫുൾ മന്തി വേണമെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാൻ ഡൗട്ട്. ഓക്കെ, അപ്പോൾ ആഡ് ഡിസ്കൗണ്ടിന് തൊട്ട് താഴെ ആഡ് വേരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, ഇത് അതിനുള്ളതാണ്. ഈ ആഡ് വേരിയൻറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആഡ് വേരിയേഷൻ എന്നുള്ള ബട്ടൺ കണ്ടില്ല, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടിക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. കാരണം ഉപഭോക്താക്കൾ ഇത് ഹാഫാണോ ഫുള്ളാണോ അല്ലെങ്കിൽ ക്വാർട്ടറാണോ വേണ്ടതെന്ന് എന്തായാലും അവർ സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് റിക്വയർഡ് ഉള്ള ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്താ പറയുക, വേരിയേഷൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് മന്തി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വേരിയേഷൻ്റെ പേര് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കാം. അതായത് അളവല്ലേ, അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി എന്ന് കൊടുക്കാം. എന്നിട്ട് ഓപ്ഷൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ഓപ്ഷന് ഫസ്റ്റ് നമ്മൾ ക്വാർട്ടർ എന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ക്വാർട്ടറിൻ്റെ പ്രൈസ് അഡീഷണലി നമ്മൾ എത്ര പ്രൈസ് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആൾറെഡി ഇവിടെ മുകളിൽ കൊടുത്ത പ്രൈസ് ക്വാർട്ടറിൻ്റെ പ്രൈസാണ്. അതായത് ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ പ്രൈസാണ് നമ്മൾ മുകളിൽ കൊടുത്തത്. അപ്പോൾ ആ സെയിം റേറ്റിന് പിന്നെ ഇവിടെ എത്ര പ്രൈസ് കൂട്ടണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ 0 കൊടുക്കുകയാണ്. കാര്യം ക്വാർട്ടറിന് 170 ആണല്ലോ. അപ്പോൾ മുകളിൽ ആൾറെഡി കൊടുത്ത് ക്വാർട്ടറിൻ്റെ റേറ്റാണ് ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ താഴെ ന്യൂ ഓപ്ഷൻ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ നെയിം ചോദിക്കുന്നുണ്ട്. ഈ ഓപ്ഷൻ നെയിം നമ്മൾ ക്വാർട്ടർ കഴിഞ്ഞിട്ട് പിന്നുള്ളത് ഹാഫ് അല്ലേ, അപ്പോൾ ഞാൻ ഹാഫ് എന്ന് കൊടുത്തു. ഹാഫ് എന്ന് പറയുമ്പോൾ ഹാഫിലോട്ട് അഡീഷണൽ പ്രൈസ് എത്ര കൊടുക്കണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹാഫിൻ്റെ റേറ്റ് എത്രയാണെന്നല്ല കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത്. കറക്റ്റ് ഹാഫിൻ്റെ റേറ്റ് എത്രയാണല്ലോ കൊടുക്കേണ്ടത്. ഈ 170 രൂപ ഉണ്ടല്ലോ മുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ആ 170 രൂപയിലോട്ട് എത്ര രൂപ അഡീഷണലി കൂട്ടണം ഹാഫിൻ്റെ റേറ്റ് ആവാനെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 170 തന്നെ കൊടുക്കണം. കാര്യം 2 ക്വാർട്ടർ കൂടിയതാണല്ലോ ഒരു ഹാഫ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഹാഫിൻ്റെ പ്രൈസ് എത്രയാണോ എന്നുള്ളതല്ല ഇവിടെ കൊടുക്കേണ്ടത്. മുകളിൽ നമ്മൾ കോട്ടൻ്റെ പ്രൈസ് കൊടുത്തില്ല, ആ കോട്ടൻ്റെ പ്രൈസിലോട്ട് എക്സ്ട്രാ എത്ര പ്രൈസ് ഇവിടെ വേണ്ടി വരും എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ 170 170 ആഡ് ചെയ്തത്. കാരണം 2 ക്വാർട്ടർ കൂടിയാണ് ഒരു ഹാഫ്. അപ്പോൾ ഒരു ഹാഫിൻ്റെ പ്രൈസ്, അതായത് ഒരു കോട്ടൻ്റെ പ്രൈസ് തന്നെ അവിടെ കൊടുത്തു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ന്യൂ ഓപ്ഷൻ നീ കൊടുക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ഫുള്ളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഹാഫല്ല കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫുൾ മന്തിക്ക് എത്ര റേറ്റ് നമ്മൾ കൊടുക്കണം. ഫുൾ മന്തിക്ക് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ മന്തിയുടെ റേറ്റ് 680 ആണ്. 680 എന്നല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ വീണ്ടും പറഞ്ഞു, മുകളിൽ നമ്മൾ കൊടുത്ത റേറ്റ് ഉണ്ടല്ലോ 170. ആ 170 എന്നുള്ള കോട്ടൻ്റെ റേറ്റാണ്. അപ്പോൾ ആ ഒരു 170 ഫുൾ മന്തിയുടെ റേറ്റ് ആവുകയാണെങ്കിൽ എക്സ്ട്രാ എത്ര പൈസ ആഡ് ചെയ്യണമെന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 510 ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ആ 170 ഫസ്റ്റത്തെ 170 510 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫുൾ മന്തിയുടെ റേറ്റ് ആവുക. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് സെറ്റാക്കി. ഇനിയിപ്പോൾ ചില ഫുഡുകളുണ്ടാവും രാവിലെ തൊട്ട് ഉച്ച വരെ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം ആ ഫുഡ് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഫുഡാണ് ഈ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അവൈലബിലിറ്റിൻ്റെ അവിടെ ടൈം സ്റ്റാർട്ട് ചോദിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് സമയം മുതലാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആവാമെന്ന് കൊടുക്കുക. തൊട്ട് അപ്പുറത്തുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് സമയം വരെയാണെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, കാര്യം അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നിർബന്ധമായിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ ഇമേജ് ഉണ്ടല്ലോ, അത് നിങ്ങളെന്തായാലും കൊടുക്കണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മന്തിയുടെ ഫോട്ടോ, ഞാൻ ഇപ്പോൾ മന്തിയുടെ ഫോട്ടോ കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ അവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ മന്തിയുടെ ഫോട്ടോ കൊടുത്തു. എന്നിട്ട് താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും എക്സ്ട്രാ ഫോട്ടോസ് കൊടുക്കുക, അത് നിർബന്ധമല്ല. അതുകൊണ്ട് ഞാൻ ഈ സബ്മിറ്റ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ ഇത് ഉപഭോക്താക്കളുടെ ആപ്പിൽ ഇത് എങ്ങനെ ഉണ്ടാവും കാണാമെന്ന് കാണിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് വേരിയേഷൻ, എങ്ങനെയാണ് അവർക്ക് കാണുകയെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇതേപോലെ അൽഫാം മന്തി എന്ന് പറഞ്ഞ യൂസറിൻ്റെ ആപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആപ്പിലോട്ട് വന്നിട്ടുണ്ട്. 170 രൂപ അവർക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അവർ. ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റ് ക്വാർട്ടർ, ഹാഫ്, ഫുൾ എന്നൊക്കെ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മതിയുള്ളെങ്കിൽ അവർ ക്വാർട്ടർ സെലക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് എന്താ കറക്റ്റ് 170 രൂപ കൊടുത്താൽ മതി. ഇനി അതല്ല അവർക്ക് ഹാഫ് വേണമെങ്കിൽ ഹാഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൈസ് കൂടുന്നത് കാണാൻ പറ്റും. 340 രൂപയാണ്. ഓക്കെ. അവർക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 650 രൂപ എന്ന്, അപ്പോൾ 650 രൂപ എന്ന് കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായല്ലോ ഈ ഒരു വേരിയേഷൻ ആഡ് ചെയ്യുമ്പോൾ യൂസേഴ്സിന് എന്ത് മാറ്റം ഉണ്ടാവുക, അവർക്ക് കറക്റ്റ് ആവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ.